നമസ്കാരം. നമ്മളിന്ന് പഠിക്കുന്നത് ഇൻസെക്റ്റ് മെറ്റമോർഫോസിസും അതിലെ ഹോർമോൺ കൺട്രോളും എന്ന വിഷയത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻസെക്റ്റുകളിലത്തെ മെറ്റമോർഫോസിസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ലാർവൽ ടിഷ്യൂസ് നശിക്കുന്നു. അതിന് പകരമായിട്ട് പുതിയ കുറേ സെല്ലുകൾ വരാണ്, പുതിയൊരു പോപ്പുലേഷൻ ഓഫ് സെൽസ് വരാണ്. അപ്പോൾ ഇൻസെക്റ്റുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവർ വളരുന്നത് എങ്ങനെയാണ്? അവരുടെ ക്യൂട്ടിക്കിൾ, പഴയ ക്യൂട്ടിക്കിൾ പോയി പുതിയ ക്യൂട്ടിക്കിൾ വരും, അവർ വളർന്നു വരുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആ പരിപാടീനെ എന്താ പറയുക? മോൾട്ടിങ് എന്നാണ് പറയാം. അപ്പോൾ ഇൻസെക്റ്റുകളുടെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ പാറ്റേണുകൾ കാണാൻ പറ്റുക. അതിലത്തെ ആദ്യത്തെ ഒരു ടൈപ്പാണ് എമെറ്റബോളസ് ഡെവലപ്മെൻറ്റ്, പിന്നെ വരുന്നത് ഹെമി മെറ്റബോളസ് ഡെവലപ്മെൻറ്റ്, പിന്നെ വരുന്നത് ഹോളോ മെറ്റബോളസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത് 3 എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എമെറ്റബോളസ് ഇൻസെക്റ്റുകൾ അല്ലെങ്കിൽ എമെറ്റബോളസ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന പ്രത്യേകത ലാർവൽ സ്റ്റേജുകളൊന്നും തന്നെ ഇല്ല, ഡയറക്റ്റായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് വരുന്നത്. അതായത് അവർ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻസെക്റ്റുകൾക്ക് ഒരു പ്രോനിംഫ് സ്റ്റേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അവർക്ക് ആ എഗ്ഗിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് എനേബിൾ ചെയ്യുന്ന തരത്തിലുള്ള സ്ട്രക്ചർ ഉണ്ടാവും. പിന്നീട് ഈ പ്രോനിംഫ് എന്ന് പറയുന്നൊരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒരു ട്രാൻസിഷണറി സ്റ്റേജ്, ആ ഒരു ട്രാൻസിഷൻ കഴിഞ്ഞതിന് ശേഷം ഇൻസെക്റ്റിനെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞൊരു അഡൾട്ടിനെ പോലെ ഇരിക്കും. അപ്പോൾ ഓരോ മോൾട്ടിങ് കഴിയും തോറും അവർ കുറച്ചും കൂടെ വലുതായിട്ട് വരും. പക്ഷേ അവരുടെ രൂപത്തിൽ അങ്ങനെ വലിയ മാറ്റമൊന്നും കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് സ്പ്രിംഗ് ടെയിൽ. അപ്പോൾ ഇതാണ് എമെറ്റബോളസ് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഡെവലപ്മെൻറ്റ് നോക്കാം, ഹെമി മെറ്റബോളസ്. അപ്പോൾ ഹെമി മെറ്റബോളസ് ഇൻസെക്റ്റുകളിൽ നോക്കുകയാണെങ്കിൽ ഗ്രാജുവലായിട്ടുള്ള ഒരു മെറ്റമോർഫോസിസാണ് അവിടെ നടക്കുന്നത്. മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലാർവ അഡൽട്ടായിട്ട് മാറുന്ന ഒരു പ്രോസസ്സല്ലേ. അപ്പോൾ ഇവരുടെ കേസിലുണ്ടാവണത് ഒരു കുറച്ച് കാലം അവർ പ്രോനിംഫായിട്ട് ജീവിക്കണം. അതായത് ഇൻസെക്റ്റ് ഹാച്ച് ചെയ്ത് വന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അവരുടെ ക്യൂട്ടിക്കിളൊക്കെ പോവും. അപ്പോൾ ഇൻസെക്റ്റിനെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇമ്മച്യൂറായിട്ടുള്ള അഡൾട്ടിനെ പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ആ സ്റ്റേജിന് എന്ത് പറയും? നിംഫ് എന്ന് പറയും. അപ്പോൾ ഇവരിൽ നോക്കുകയാണെങ്കിൽ വിങ്സിൻ്റെ ഒക്കെ കുറച്ച് എന്താ പറയുക, കുറച്ച് സംഭവങ്ങൾ പോലെ കുറച്ച് റൂഡിമെൻറ്റ്സ് കാണാനായിട്ട് പറ്റും. ജനീഷ്യൽ ഓർഗൻസ് ഉണ്ടായിരിക്കും, പിന്നെ കുറച്ച് അഡൾട്ടിലുള്ള സ്ട്രക്ചേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ തവണയും മോൾട്ടിങ് കഴിയും തോറും, ഓരോ തവണയും പഴയ ക്യൂട്ടിക്കിൾ പോയിട്ട് പുതിയ ക്യൂട്ടിക്കിൾ വരും തോറും എന്തുണ്ടാവും? അവർ കൂടുതൽ മെച്യൂറാവും. അങ്ങനെ ഇവരുടെ അവസാനത്തെ മോൾട്ടിങ് എത്തണം. ആ ഫൈനൽ മോൾട്ടിങ് കഴിയുന്നതോട് കൂടിയിട്ട് എന്തുണ്ടാവും? നമ്മുടെ ഇൻസെക്റ്റ് കുട്ടി ചിറകൊക്കെയുള്ള സെക്ഷലി മെച്യൂറായിട്ടുള്ള ഒരു അഡൾട്ടായിട്ട് മാറും. അപ്പോൾ ആ സെക്ഷലി മെച്യൂർഡായിട്ടുള്ള അഡൾട്ട് ഇൻസെക്റ്റിന് എന്ത് പറയും? ഇമാഗോ എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്, അതായത് ഹെമി മെറ്റബോളസ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഇൻസെക്റ്റിന് ഉദാഹരണമാണ് ആര്? നമ്മുടെ ഗ്രാസ് ഹോപ്പേഴ്സും പിന്നെ ചില വണ്ടുകളും ബഗ്സും ഒക്കെ അതിന് ഉദാഹരണമാണ്, ഗ്രാസ് ഹോപ്പേഴ്സും ബഗ്സും. അടുത്ത ടൈപ്പ് ഡെവലപ്മെൻറ്റ് നോക്കാം, ഹോളോ മെറ്റബോളസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഹോളോ മെറ്റബോളസ് ഇൻസെക്റ്റുകളിൽ നോക്കുകയാണെങ്കിൽ പ്രോനിംഫ് സ്റ്റേജ് ഇല്ല. നമ്മൾ നേരത്തെ എമെറ്റബോളസിലൊക്കെ പറഞ്ഞു ഒരു പ്രോനിംഫ് സ്റ്റേജ് ഉണ്ടായിരിക്കും. പ്രോനിംഫ് സ്റ്റേജിൽ ഈ പുതിയതായിട്ട് വന്ന പ്രാണിക്കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുട്ടി അഡൾട്ടായിട്ട് തോന്നുന്നൊക്കെ. ഈ കേസിൽ അത് വരുന്നില്ല. ഹോളോ മെറ്റബോളസ് ഇൻസെക്റ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പ്രോനിംഫ് സ്റ്റേജ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ജുവനൈൽ ഫോം നോക്കുകയാണെങ്കിൽ ലാർവയായിരിക്കും. അത് ഒരു കാറ്റർപില്ലറോ അല്ലെങ്കിൽ ഒരു ഗ്രബോ അല്ലെങ്കിൽ മാഗോട്ടെന്നോ അങ്ങനെ ഓരോ പ്രാണിക്കനുസരിച്ചിട്ട് അതിന് ഓരോരോ പേര് പറയും.
അപ്പോൾ ഇതിനെന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മോൾട്ടിങ് നടക്കും. അങ്ങനെ സീരീസ് ഓഫ് മോൾട്ടുകൾ നടന്നിട്ട് എന്തുണ്ടാവും, അവർ വലുതാവണം. അപ്പോൾ ഈ ലാർവൽ മോൾട്ടുകൾക്ക് ഇടയിലുള്ള സ്റ്റേജിനെ പറയുന്ന പേരാണ് എന്ത്, ഇൻസ്റ്റാർ എന്ന് പറയും. ലാർവൽ സ്റ്റേജുകൾക്ക് ഇടയിൽ വരുന്നതിന്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ലാർവ അത് അഡൾട്ട് ആവുന്നതിന് മുന്നേ എത്ര നമ്പർ ഓഫ് മോൾട്ടിങ് നടക്കുന്നുണ്ട് എന്നുള്ളത് അത് ഓരോ സ്പീഷീസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും, വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഫൈനൽ ഇൻസ്റ്റാർ സ്റ്റേജ് കഴിയുന്നതോട് കൂടിയിട്ട് എന്തുണ്ടാവും, ലാർവയ്ക്ക് ഒരു മെറ്റമോർഫിക് മോൾട്ട് നടക്കണം. അങ്ങനെ എന്ത് സംഭവിച്ചു, ഇപ്പോൾ രൂപാന്തരം സംഭവിച്ചിട്ട് ആളൊരു പ്യൂപ്പിയായി മാറണം. അപ്പോൾ ഈ പ്യൂപ്പി ആയിട്ടിരിക്കുന്ന ടൈമിൽ നോക്കുകയാണെങ്കിൽ അഡൾട്ട് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും, അത് ലാർവൽ സ്ട്രക്ചേഴ്സിനെ റീപ്ലേസ് ചെയ്യും. പിന്നീട് എന്തുണ്ടാവാണ്, ഒരു ഇമാജിനൽ മോൾട്ട് നടക്കുകയാണ്. അതായത് നമ്മൾ പറഞ്ഞു അഡൾട്ടിനെ ഇമാഗോ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഇമാജിനൽ മോൾട്ട് നടക്കുന്നതോട് കൂടിയിട്ട് അതതിൻ്റെ പ്യൂപ്പൽ കേസിനെയൊക്കെ പൊളിച്ചുകൊണ്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഇതിന് ഉദാഹരണമാണ് ആരൊക്കെ, നമ്മുടെ ബട്ടർഫ്ലൈസ്, പിന്നെ ഫ്ലൈസ്, ബീറ്റിൽസ്, മൂത്ത്സ്, ഇതൊക്കെ ഇത്തരത്തിൽ ഹോളോ മെറ്റബോളസ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഇൻസെക്റ്റുകൾക്ക് ഉദാഹരണമാണ്. ഇനി ഇമാജിനൽ ഡിസ്കുകൾ എന്താണെന്ന് നോക്കാം. ഹോളോ മെറ്റബോളസ് ഇൻസെക്റ്റുകളുടെ കഥ നമ്മൾ പറഞ്ഞു, അതായത് നമ്മുടെ ചിത്രശലഭത്തിലൊക്കെ നടക്കുന്ന കാര്യം. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ജുവനൈലിൽ നിന്ന് ഒരു അഡൾട്ടായിട്ട് മാറുന്ന ട്രാൻസ്ഫോർമേഷൻ നടക്കുക പ്യൂപ്പൽ ക്യൂട്ടിക്കിളിനകത്തായിരിക്കും. അപ്പോൾ ലാർവയുടെ ബോഡി നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, പ്രോഗ്രാംഡ് സെൽ ഡെത്ത് വഴിയായിട്ട് സിസ്റ്റമാറ്റിക്കലി ലാർവയുടെ ബോഡി ഭൂരിഭാഗവും നഷ്ടപ്പെട്ടിരിക്കും. അതേസമയം തന്നെ എന്തുണ്ടാവും, പുതിയ സെല്ലുകൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അതായത് ഇമാജിനൽ സെല്ലുകളിൽ നിന്ന് പുതിയ അഡൽട്ട് ഓർഗൻസ് അവിടെ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ലാർവയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സെൽ പോപ്പുലേഷനുകളുണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് ലാർവൽ സെൽസ്. ലാർവൽ സെൽസ് എന്തിനു ഉപയോഗിക്കാം, ജുവനൈൽ ഇൻസെക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടാണ്, അവരുടെ ഫങ്ഷൻസ് നടക്കാനായിട്ടാണ് ഉപയോഗിക്കുക. പിന്നെ വരുന്നതാണ് ഇമാജിനൽ സെൽസ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ലാർവയ്ക്കകത്ത് ക്ലസ്റ്റേഴ്സ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അവർക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ള സിഗ്നൽ കിട്ടിക്കഴിയുമ്പോൾ, അതായത് നമ്മുടെ ലാർവക്കുട്ടി അഡൾട്ടായിട്ട് മാറി എന്നുള്ളൊരു സിഗ്നൽ കിട്ടുമ്പോൾ എന്തുണ്ടാവും, അവർ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഇനി ഇമാജിനൽ സെൽസ് 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കി നോക്കാം. ഇമാജിനൽ ഡിസ്കിലത്തെ സെല്ലുകൾ നോക്കുകയാണെങ്കിൽ അവർ അഡൾട്ടിൻ്റെ ക്യൂട്ടിക്കുലർ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. അതായത് വിങ്സ്, ലെഗ്സ്, ആൻറ്റീന, ഐസ്, ഹെഡ്, തൊറാക്സ്, ജെനിഷ്യാലിയ, ഇതൊക്കെ ഫോം ചെയ്യും. പിന്നെ വരുന്നതാണ് ഹിസ്റ്റോബ്ലാസ്റ്റ് നെസ്റ്റ്സ്. അതെന്താണ്, ഇമാജിനൽ സെൽസിൻ്റെ ക്ലസ്റ്റേഴ്സാണ്. അത് അഡൾട്ട് എബ്ഡോമൻ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ്. ഇനി ഇത് കൂടാതെ എന്തുണ്ട്, ഇമാജിനൽ സെൽസിൻ്റെ വേറെ ക്ലസ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ഓരോ ഓർഗനും എന്തുണ്ടാവും, അഡൾട്ട് ഓർഗനായിട്ട് പ്രോലിഫറേറ്റ് ചെയ്യും. അതായത് ലാർവൽ ഓർഗൻ ഡീജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അഡൾട്ട് ഓർഗനായിട്ട് പ്രോലിഫറേറ്റ് ചെയ്യും. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചിത്രമാണ് സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഡ്രോസോഫില്ലയുടെ, പൊടീച്ചയുടെ 3ാമത്തെ ഇൻസ്റ്റാർ ലാർവൽ സ്റ്റേജിൽ വരുന്ന ഈ സെല്ലുകളുടെ കാര്യങ്ങളാണ് ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കാം. ഇനി ഇമാജിനൽ ഡിസ്കുകളിനെ പറ്റി പറയുകയാണെങ്കിൽ പുതിയതായിട്ട് ഹാച്ച് ചെയ്ത് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ലാർവക്കുട്ടി. അപ്പോൾ അതിൽ എപ്പിഡെർമിസിൽ കുറച്ച് തിക്കനിങ് പോലെയായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇമാജിനൽ ഡിസ്കുകൾ നോക്കുകയാണെങ്കിൽ
ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ റാപ്പിഡായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ സെല്ലുകൾ പ്രോലിഫറേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്തുണ്ടായിരിക്കും, ഡിസ്കുകൾ കൂടിച്ചേർന്നിട്ട് ഒരു ട്യൂബുലർ എപ്പിത്തീലിയം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്പൈറലി കോമ്പാക്റ്റ് ആയിട്ട് അതങ്ങനെ ഇരിക്കും. അപ്പം മെറ്റമോർഫോസിസ് നടക്കുമ്പോൾ എന്തുണ്ടായിരിക്കും, ഈ സെല്ലുകൾ വീണ്ടും പ്രോലിഫറേറ്റ് ചെയ്യാണ്, അവർ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യും, വീണ്ടും ഇലോങ്ങേറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ഇൻസ്റ്റാർ, അതായത് ഇൻസ്റ്റാർ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ലാർവ അഡൾട്ട് ആവുന്നതിനിടയ്ക്ക് കുറേ മോൾട്ടോൾ നടക്കും. അപ്പം അതിൻ്റെ ഇടയിൽ വരുന്ന ആളാണ് ആര്, ഇൻസ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ മൂന്നാമത്തെ ഇൻസ്റ്റാർ സ്റ്റേജ് എത്തി കഴിയുമ്പോൾ എന്തുണ്ടാവും, പ്യൂപ്പേഷന് തൊട്ട് മുന്നായിട്ട് ലെഗ് ഡിസ്കും, അതുപോലെ ലെഗ് ഡിസ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലാർവൽ എപ്പിഡെർമിസിലേക്ക് തിന്നായിട്ടുള്ള ഒരു സ്റ്റോക്ക് വഴിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എപ്പിത്തീലിയൽ സാക്കായിരിക്കും. അപ്പോൾ ഈ ഒരു സാക്കിൻ്റെ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ എപ്പിത്തീലിയം കോയിൽ ചെയ്തിട്ട് കോൺസെൻട്രിക് ആയിട്ടുള്ള ഫോൾഡുകളായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് റെമിനിസെൻ്റ് ഓഫ് എ ഡാനിഷ് പേസ്ട്രി എന്ന് പറയും. അങ്ങനെ ചുരുണ്ടിരിക്കുന്നുണ്ട്. ഇനി പ്യൂപ്പേഷൻ തുടങ്ങിക്കഴിഞ്ഞ് എന്ത് സംഭവിക്കും, അതായത് ഡിസ്കിൻ്റെ സെൻറ്ററിലുള്ള സെല്ലുകൾ എന്ത് ചെയ്യും, അത് തന്നെ നമ്മുടെ ടെലിസ്കോപ്പിലൊക്കെ എന്താണ് അതിങ്ങനെ നീട്ടി വരില്ലേ, അപ്പം അതുപോലെ എന്ത് ചെയ്യും, അത് പുറത്തേക്ക് വരാണ് ടു ബിക്കം ദി മോസ്റ്റ് ഡിസ്റ്റൽ പോർഷൻസ് ഓഫ് ദി ലെഗ് ക്ലോ ആൻഡ് ദി ടർസസ്. പിന്നെ പുറമേയുള്ള സെല്ലുകൾ എന്ത് സംഭവിക്കും, അവർ പ്രോക്സിമൽ സ്ട്രക്ചേഴ്സ് ആവാണ്, അതായത് കോക്സിയം, പിന്നെ അഡ്ജോയിനിങ് എപ്പിഡെർമിസും അതിനോട് ചേർന്നിട്ടുള്ള എപ്പിഡെർമിസും. പിന്നീട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ അപ്പൻഡേജസിലത്തെ സെല്ലുകളും അതുപോലെ നമ്മുടെ എപ്പിഡെർമിസും ഓരോ റീജിയണും സ്പെസിഫിക് ആയിട്ടുള്ള തരത്തിൽ അതിനാവശ്യമാവുന്ന തരത്തിൽ ക്യൂട്ടിക്കിൾ സെക്രീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എപ്പിഡെർമൽ സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിലും കുറച്ച് എഡ് എപ്പിത്തീലിയൽ സെൽസ് എന്ത് ചെയ്യും, ഡെവലപ്മെൻറ്റിൻ്റെ ഏർലി സ്റ്റേജിൽ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, ഡിസ്കിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പ്യൂപ്പൽ സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ എന്തുണ്ടാവും, ഈ സെല്ലുകൾ ലെഗിലത്തെ മസിൽസായിട്ടും നെർവ്സായിട്ടും ഒക്കെ മാറുന്നത് കാണാനായിട്ട് പറ്റും. ഈ കൊടുത്തിരിക്കുന്ന ഡയഗ്രത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഡ്രോസോഫിലയുടെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ആ സ്പൈറലി കോയിൽഡ് ആയിട്ടിരിക്കുന്നതും അത് പിന്നീട് നീണ്ട് പുറത്തേക്ക് പോയിട്ട് കണക്റ്റ് ആവുന്നതായിട്ടും അതാണ് ആ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഡ്രോസോഫിലയിലത്തെ ലെഗ് ഇമാജിനൽ ഡിസ്കിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സീക്വൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഡിസ്ക് ടൈപ്പിൻ്റെ സ്പെസിഫിക്കേഷൻ നടക്കുന്നത് എംബ്രിയോയ്ക്ക് അകത്ത് തന്നെയാണ്. അപ്പോൾ ഡിസ്ക് സെൽസിൻ്റെ പ്രൊലിഫറേഷനും അതുപോലെ സ്പെസിഫിക്കേഷനും ഒക്കെ നോക്കുകയാണെങ്കിൽ എന്തുണ്ടായിരിക്കും, ലാർവൽ സ്റ്റേജിൽ തന്നെ അക്കംപ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏർലി പ്യൂപ്പൽ സ്റ്റേജിൽ, അതായത് ഒരു പ്രീ പ്യൂപ്പ സ്റ്റേജിൽ തന്നെ ഡിസ്കിൻ്റെ ഇലോങ്ങേഷനും സംഭവിക്കുന്നുണ്ട്. അതുപോലെ ലെഗ് ടിഷ്യൂസിൻ്റെ ഡിഫറൻസിയേഷനും എന്ത് നടക്കുന്നുണ്ട്, ഇൻസെക്റ്റ് പ്യൂപ്പ ആയിരിക്കുന്ന ടൈമിൽ തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് ഇൻസെക്റ്റ് മെറ്റമോർഫോസിസിലത്തെ കുറച്ച് സ്റ്റേജസ് ആയിട്ട് എന്തിനൊക്കെ പറയാം, സ്പെസിഫിക്കേഷൻ ആൻഡ് പ്രോലിഫറേഷൻ, പിന്നെ ഇവേർഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ, പിന്നെ വിങ് ഇമാജിനൽ ഡിസ്കുകളുടെ ഡിറ്റർമിനേഷൻ ഓഫ് വിങ് ഇമാജിനൽ ഡിസ്ക്സ്, പിന്നെ വരുന്നത് ആൻറ്റീരിയർ പോസ്റ്റീരിയർ കമ്പാർട്ട്മെൻറ്റും ഡോർസൽ വെൻട്രൽ അതുപോലെ പ്രോക്സിമൽ ഡിസ്റ്റൽ ആക്സിസിൻ്റെയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ എന്താണ് സ്പെസിഫിക്കേഷനും പ്രോലിഫറേഷനും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത്
കുറേയും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള സെൽ ഫേറ്റുകൾ നോക്കുകയാണെങ്കിൽ, അതായത് ലാർവൽ സ്റ്റേജസിൽ സെൽ ഫേറ്റ്സ് ഒക്കെ കുറച്ചും കൂടി സ്പെസിഫൈഡ് ആയിരിക്കും സെൽസ് പ്രൊലിഫറേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ തരത്തിലുള്ള ലെഗ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ സെവറൽ ജീൻസ് ഇൻ ദി ഇമാജിനൽ ഡിസ്ക്. ഇമാജിനൽ ഡിസ്കുകളിലുള്ള പല പല ജീനുകളുടെ ഇൻട്രാക്ഷൻസ് വഴിയായിട്ടാണ് ലെഗ് സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 3rd ഇൻസ്റ്റാർ സ്റ്റേജിൽ വരുന്ന ലാർവക്കുട്ടി. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ലെഗ് ഡിസ്കിൻ്റെ സെൻറ്റർ എന്ത് ചെയ്യുന്നു, ഇറ്റ് സെക്രീറ്റ്സ് ദ ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് 2 മോർഫോജൻസ്. അതായത് 2 മോർഫോജനുകൾ നല്ല ഹൈ കോൺസെൻട്രേഷനിൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വിംഗ്ലെസ് എന്ന് പറയുന്ന ഒരു പാരാക്രൈൻ ഫാക്ടർ, അത് നമ്മൾ WNT എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയിട്ടാണ് സൂചിപ്പിക്കാം. അതുപോലെ വരുന്ന ഒരെണ്ണമാണ് എന്ത്, ഡെക്കാപെൻഡാപ്ലേജിക്, അതും ഒരു പാരാക്രൈൻ ഫാക്ടറാണ്. അപ്പോൾ പാരാക്രൈൻ ഫാക്ടറുകളുടെ ഹൈ കോൺസെൻട്രേഷൻ എന്തുണ്ടാക്കും, ഡിസ്റ്റൽ ലെസ് ജീനിൻ്റെ എക്സ്പ്രഷന് കാരണമാവും. ഇനി പാരാക്രൈൻ ഫാക്ടേഴ്സിൻ്റെ മോഡറേറ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ വരണമെങ്കിൽ എന്തുണ്ടാവും, അവിടെ ഡാച്ച്ഷണ്ട് ജീനായിരിക്കും എക്സ്പ്രസ് ചെയ്യപ്പെടുക. ഇനി ലോവർ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഹോമോതൊറാക്സ് ജീനായിരിക്കും അവിടെ എക്സ്പ്രസ് ചെയ്യപ്പെടുക. അപ്പോൾ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പാരാക്രൈൻ ഫാക്ടേഴ്സ് കോസസ് എക്സ്പ്രഷൻ ഓഫ് ഡിസ്റ്റെല്ലസ് ജീൻ. Moderate concentrations cause the expression of Dachshund gene. Lower concentrations cause the expression of homothorax gene. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പാരാക്രൈൻ ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഒരെണ്ണമായിരുന്നു വിംഗ്ലെസ് എന്ന് പറയുന്ന പാരാക്രൈൻ ഫാക്ടർ. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഫാമിലി ഓഫ് സിസ്റ്റീൻ റിച്ച് ഗ്ലൈക്കോപ്രോട്ടീൻസ്. അതായത് നല്ലപോലെ സിസ്റ്റീനുള്ള ഗ്ലൈക്കോപ്രോട്ടീനുകളുടെ ഒരു ഫാമിലിയാണ് എന്ത്, വിംഗ്ലെസ് എന്ന് പറയുന്നത്. അപ്പോൾ വെർട്ടിബ്രേറ്റ്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏകദേശം 15 മെമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ഡ്രോസോഫില്ലയുടെ സെഗ്മെൻറ്റിലത്തെ ഒരു പൊളാരിറ്റി ജീൻ വിംഗ്ലെസ്, അതുപോലെ തന്നെ അതിൻ്റെ വെർട്ടിബ്രേറ്റ് ഹോമലോഗസ് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ്, ഇത് 2 അങ്ങനെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇത് നമ്മൾ WNTS എന്ന് പറഞ്ഞിട്ട് ഈ 2 ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എഴുതുന്ന വിംഗ്ലെസ് റിലേറ്റഡ് ഇൻ്റഗ്രേഷൻ സൈറ്റ്. അതാണ് ഈ WNTS എന്ന് പറയുന്ന സംഭവം. അപ്പോൾ എന്താ WNTS, വിംഗ്ലെസ് റിലേറ്റഡ് ഇൻ്റഗ്രേഷൻ സൈറ്റാണ്. അപ്പോൾ നമ്മുടെ വിംഗ്ലെസ് എന്ന് പറയുന്നത് എന്താണ്, സെൽ ഗ്രോത്തിനെ, അതുപോലെ മോട്ടിലിറ്റീനെ, ഡിഫറൻസിയേഷനെ, ഇതിനൊക്കെ എംബ്രിയോണിക്സ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ സ്വാധീനിക്കുന്ന സെക്രീറ്റഡ് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിൽ ഈ വിംഗ്ലെസ് എന്ന് പറയുന്ന കക്ഷി നമ്മൾ പറഞ്ഞു എന്ത്, ഒരു തരത്തിലുള്ള പാരാക്രൈൻ ഫാക്ടറാണ്. അതായത് എന്ത് ചെയ്യും, നമ്മുടെ സിഗ്നലിംഗ് പരിപാടീനെ ഒക്കെ എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇറ്റ് ആക്ടിവേറ്റ്സ് ഡൈവേഴ്സ് സിഗ്നലിംഗ് കാസ്കേഡ്സ് ഇൻസൈഡ് ദി ടാർഗറ്റ് സെൽസ്. ടാർഗറ്റ് സെൽസിൻ്റെ അകത്ത് സിഗ്നലിംഗ് കാസ്കേഡുകളിനെ അത് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ വേറൊരു പാരാക്രൈൻ ഫാക്ടറിനെ പറ്റി പറഞ്ഞു, ഡെക്കാപെൻഡാപ്ലേജിക്. അതൊരു BMP പാരാക്രൈൻ ഫാക്ടറായിരുന്നു എന്ന്. അപ്പോൾ എന്താ ഈ BMP എന്ന് പറയുന്നത്, അപ്പോൾ BMP ഫാമിലി എന്താണെന്ന് നോക്കാം. അതായത് ഇവർക്ക് ബോൺ ഫോം ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു കണ്ടുപിടുത്തം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എന്താ പറയും, ബോൺ മോർഫോജെനറ്റിക് പ്രോട്ടീൻസ് എന്നാണ് പറയാം. ബോൺ ഫോം ചെയ്യുന്ന ആൾക്കാരല്ലോ, BMP ബോൺ മോർഫോജെനറ്റിക് പ്രോട്ടീൻസ്. അപ്പോൾ
ഈ ബോൺ ഫോർമേഷൻ എന്ന് പറയുന്നത് പക്ഷേ അവരുടെ ഒരുപാട് ഫങ്ഷൻസിൽ ഒരു കാര്യം മാത്രമാണ്. ആദ്യം കണ്ടുപിടിച്ചപ്പോൾ ഈ ബോണിൻ്റെ കേസായിരുന്നു കണ്ടുപിടിച്ചത്. അപ്പോൾ അവൻ്റെ പേര് BMP. അപ്പോൾ ഇവർ നോക്കുകയാണെങ്കിൽ എന്താണ്, സെൽ ഡിവിഷനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ എപ്പോപ്റ്റോസിസ്, അതായത് പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്ന് പറയുന്ന പരിപാടി, പിന്നെ നമ്മുടെ സെല്ലുകളുടെ മൈഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ഈ പരിപാടികളിനെയൊക്കെ സ്വാധീനിക്കുന്ന ആളാണ് ആര്? BMP. BMP എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബോൺ മോർഫോജനറ്റിക് പ്രോട്ടീൻസ്. അപ്പം നമുക്ക് സ്പെസിഫിക്കേഷൻ പ്രോലിഫറേഷൻ കഥയിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ഡിസ്റ്റെല്ലസിനെ എക്സ്പ്രസ് ചെയ്യുന്ന സെല്ലുകൾ അവരെന്ത് ചെയ്യും? അവർ പുറത്തേക്ക് വരാണ്. എന്നിട്ട് അവർ ഏറ്റവും അറ്റത്തുള്ള സ്ട്രക്ചേഴ്സ്, അതായത് ഡിസ്റ്റൽ സ്ട്രക്ചേഴ്സായിട്ട് മാറാണ്. നമ്മുടെ ലെഗിൻ്റെ ഒക്കെ ഡിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ക്ലോ ആയിട്ടൊക്കെ മാറും. അതുപോലെ ഡിസ്റ്റൽ ടാഴ്സൽ സെഗ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് മാറും. പിന്നെ ഹോമോതൊറാക്സിനെ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അവരെന്തായിട്ട് മാറും? ഏറ്റവും പ്രോക്സിമൽ ആയിട്ടുള്ള സ്ട്രക്ചറായിട്ട് മാറും, അതായത് കോക്സിയൊക്കെ ആയിട്ട് മാറും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഡാഷ് ഷണ്ടിനെ എക്സ്പ്രസ് ചെയ്യുന്ന സെൽസ് അവരെന്തായിട്ട് മാറും? ഫിമറും പ്രോക്സിമൽ ടിബിയായിട്ടും മാറും. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ചില സ്ഥലങ്ങളിൽ ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന സ്ഥലത്ത് എന്തുണ്ടാവും? ട്രോക്കാന്തലായിട്ടും ഡിസ്റ്റൽ ടിബിയൊക്കെ ആയിട്ടും മാറും. അപ്പോൾ ഈ റീജിയൻസിൻ്റെ ഒക്കെ ജീൻ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ അവരെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് എന്താണ്? പ്രോട്ടീൻ പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ ഈ പ്രോട്ടീൻ പ്രൊഡക്റ്റുകളിൽ ഉണ്ടാക്കുന്ന ആ ജീനുകളും അവരുടെ അപ്പുറത്തുള്ള ജീനുകളും, അതായത് ഈ ജീനുകളുടെ പ്രോട്ടീൻ പ്രൊഡക്റ്റും നൈബറിങ് ജീനുകളുടെ പ്രോട്ടീൻ പ്രൊഡക്ട്സും അവർ തമ്മിൽ ഇൻഹിബിറ്ററി ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻഹിബിറ്ററി ഇൻട്രാക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിനൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വിംഗ്ലെസ്, ഡെക്കാപെൻഡാപ്ലേജിക്, ഇതിൻ്റെയൊക്കെ ഈ പ്രോട്ടീൻസിൻ്റെയൊക്കെ ഗ്രേഡിയൻറ്റ് ഇത് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ജീൻ എക്സ്പ്രഷന് വേണ്ടിയിട്ടുള്ള ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഡൊമൈനുകളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും? ഡ്രോസോഫില്ലയുടെ ലെഗിൻ്റെ ഡിഫറെൻ്റ് റീജിയൻസിൻ്റെ എക്സ്പ്രഷൻസിനെ സ്പെസിഫൈ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് സ്പെസിഫിക്കേഷനിലും പ്രോലിഫറേഷനിലും വരുന്നത്. ഇനി ഇവേർഷനും ഡിഫറൻസിയേഷനും. അപ്പോൾ നമ്മുടെ ഡ്രോസോഫില്ലയുടെ തേർഡ് ഇൻസ്റ്റാർ അതായിരുന്നല്ലോ നമ്മുടെ എല്ലാത്തിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഇതിനിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അഡൾട്ടിൻ്റെ പോലെ ഒന്നും അല്ലായിരിക്കണം. കാരണം എന്താണ്? അവിടെ അത് ഡിറ്റർമൈൻഡ് ആണ്, പക്ഷേ ഡിഫറൻഷിയേറ്റഡ് അല്ല. അപ്പോൾ ഇതിൽ ഡിഫറൻസിയേഷൻ നടക്കണമെങ്കിൽ ആര് വേണം? ഒരു സിഗ്നൽ വരണം. അപ്പോൾ എന്താ ഈ സിഗ്നൽ? ഒരു ഹോർമോൺ വരും. അതായത് മോൾട്ടിങ് ഹോർമോണായിട്ടുള്ള 20-ഹൈഡ്രോക്സി എസിഡസോൺ എന്ന് പറയുന്ന ഹോർമോൺ, അതിൻ്റെ ഒരു സെറ്റ് ഓഫ് പൾസ് വരണം. 20E എന്ന് ചുരുക്കി പറയാം. അപ്പോൾ ഈ കക്ഷി വരണം, നമ്മുടെ ഹോർമോൺ വരണം. അപ്പോൾ ആദ്യത്തെ പൾസ്, അതായത് ലാർവൽ സ്റ്റേജൊക്കെ അവസാനിക്കാറാവുന്ന ആ ടൈമിൽ ഒക്കറിയുന്ന കാര്യങ്ങളാണ് എന്ത്? പ്യൂപ്പയുടെ ഫോർമേഷനെ ഇനീഷ്യേറ്റ് ചെയ്യും. അതുപോലെ ഡിസ്കിൻ്റെ അകത്ത് സെൽ ഡിവിഷൻ നടക്കുന്നുണ്ടല്ലോ, ആ സെൽ ഡിവിഷനെ ഒന്ന് നിർത്തിവെക്കും. പിന്നെ എന്ത് ചെയ്യും? സെല്ലിൻ്റെ ഷേപ്പിൽ ചേഞ്ചസ് ഇനീഷ്യേറ്റ് ചെയ്യും. അപ്പം അത് വഴിയായിട്ട് എന്തുണ്ടാവും? ഈ പറയുന്ന കാലുകൾ അതിൻ്റെ വളർച്ചയിലേക്ക് അത് നയിക്കും, അതിൻ്റെ ഇവേർഷനിലേക്ക് നയിക്കും. അപ്പം നമ്മുടെ സയൻറ്റിസ്റ്റുകൾ പഠനങ്ങൾ നടത്തി. അങ്ങനെ അവർ നോക്കിയപ്പോൾ കണ്ടൊരു കാര്യമാണ് എന്ത്? അതായത് ഇമാജിനൽ ഡിസ്കുകളുടെ ഇലോങ്ങേഷൻ നടക്കുന്നത് സെൽ ഡിവിഷൻ കൊണ്ടല്ല, ഡിസ്ക് എപ്പിത്തീലിയത്തിലുണ്ടാകുന്ന സെല്ലിൻ്റെ ഷേപ്പിലെ മാറ്റങ്ങൾ കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അതെങ്ങനെ മനസ്സിലായത്? അവരൊരു പരീക്ഷണം നടത്തി നോക്കണം. അതായത് ലെഗിലത്തെ ഡിസ്ക് സെല്ലുകളിലത്തെ പെരിഫറൽ മൈക്രോഫിലമെൻസിനെ അവർ ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെയിൻ വെച്ചിട്ട് നോക്കുകയാണ്.
അപ്പോൾ അതിൽ നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് ഇൻസ്റ്റാർ അതിലത്തെ ഡിസ്കുകൾ നോക്കുകയാണെങ്കിൽ പ്രോക്സിമൽ ഡിസ്റ്റൽ ആക്സിസിൽ ടൈറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കണം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ള ഹോർമോണൽ സിഗ്നൽ കൊടുക്കുമ്പോൾ സെല്ലുകൾ അവരുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യണോ, ലെഗ് ഇവേർട്ട് ചെയ്യണോ. അതുപോലെ ഡിസ്കിലത്തെ സെൻട്രൽ സെല്ലുകൾ ഏറ്റവും ഡിസ്റ്റലായിട്ടുള്ള ലിംബിലത്തെ ഏറ്റവും ഡിസ്റ്റലായിട്ടുള്ള സെല്ലുകളായിട്ട് മാറണം. ക്ലോ ഉണ്ടാക്കുന്നത് പോലത്തെ സെല്ലുകളായിട്ട് മാറണം. അപ്പോൾ ഈ ലെഗ് സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പ്യൂപ്പയ്ക്കകത്ത് വെച്ച് തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ അഡൾട്ട് ഫ്ലൈ ആയി മാറുന്നതിന് മുന്നേ തന്നെ ഇവരെ ഫുള്ളി ഫോംഡ് ആവും, ഫങ്ഷണലാവും. ഇമാജിനൽ ഡിസ്കിൽ വരുന്ന കമ്പാർട്ട്മെൻ്റലൈസേഷനും ആൻറ്റീരിയർ പോസ്റ്റീരിയർ പാറ്റേണിംഗ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഡയഗ്രത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റാം. അടുത്തത് വിങ് ഇമാജിനൽ ഡിസ്കുകളുടെ ഡിറ്റർമിനേഷനാണ്. അതായത് ഡ്രോസോഫിലയിലത്തെ ഇമാജിനൽ ഡിസ്കുകളിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത് അതിൻ്റെ വിങ്ങിലുള്ളതാണ്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 60,000-ഓളം സെല്ലുകളുണ്ട്. അതേസമയം ലെഗിലത്തെ ഒക്കെ കേസുകളിൽ നോക്കുകയാണെങ്കിൽ 10,000-ഓളം സെല്ലൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ അത്രയും കൂടുതൽ സെല്ലുകളുണ്ട്. അപ്പോൾ വിങ് ഡിസ്കുകൾ നോക്കുകയാണെങ്കിൽ മറ്റ് ഇമാജിനൽ ഡിസ്കുകളിൽ നിന്നും വ്യത്യസ്തമാണ്. അതായത് വിങ് ഡിസ്കിൽ നോക്കുകയാണെങ്കിൽ വേസ്റ്റേജൽ ജീനിൻ്റെ എക്സ്പ്രഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ജീൻ എക്സ്പ്രസ് ചെയ്യപ്പെടുമ്പോൾ എന്തുണ്ടാവും, വിങ് ടിഷ്യൂ എമേർജ് ചെയ്യും. അതാണ് വിങ് ഇമാജിനൽ ഡിസ്കുകളുടെ ഡിറ്റർമിനേഷനിൽ വരുന്നത്. അപ്പോൾ ഈ DPPയും അതിനോടൊപ്പം എക്സ്പ്രസ് ചെയ്യപ്പെട്ടിട്ടുള്ള BMP, അതായത് നമ്മുടെ ഗ്ലാസ് ബോട്ടം ബോട്ട് എന്ന് പറയും, GBB, ഇവരെന്ത് ചെയ്യാണ്, ഈ പറയുന്ന BMP സിഗ്നലിംഗ് ആക്ടിവിറ്റിയുടെ ഒരു ഗ്രേഡിയൻറ്റ് ഒരു കൂടുതലായിട്ട് അവരിങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ BMP എന്ത് ചെയ്യും, MAD എന്ന് പറയുന്ന MAD എന്ന് പറയുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ, അതൊരു കുഞ്ഞി പ്രോട്ടീനാണ്. അതിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ഒരു ഗ്രേഡിയൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും, ഈ MAD എന്ന് പറയുന്ന കക്ഷിയുടെ അളവ് കൂടിയുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. അപ്പോൾ നമ്മുടെ ഡെക്കാപെൻറ്റാപ്ലേജിക് നേരത്തെ പറഞ്ഞ DPP എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള പാരാക്രൈൻ ഫാക്ടറാണ്. അതേസമയം നമ്മുടെ GBB, അതായത് ഗ്ലാസ് ബോട്ടം ബോട്ട് എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ അതിനൊരു ലോങ്ങർ റേഞ്ച് ഓഫ് ഡിഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ആ ഒരു നല്ലൊരു വ്യത്യാസം അവിടെ ഈ രണ്ട് കാര്യത്തിലും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സിഗ്നലിംഗ് ഗ്രേഡിയൻറ്റ് എന്ത് ചെയ്യും, ഇറ്റ് റെഗുലേറ്റ്സ് ദി എമൗണ്ട് ഓഫ് സെൽ പ്രൊലിഫറേഷൻ ഇൻ ദി വിങ് റീജിയൻസ് ആൻഡ് ഓൾസോ സ്പെസിഫൈസ് സെൽ ഫേറ്റ്സ്. അപ്പോൾ ഇത് സെൽ പ്രൊലിഫറേഷൻ്റെ എമൗണ്ടിനെ റെഗുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ സെൽ ഫേറ്റിനെ സ്പെസിഫൈ ചെയ്യും. അപ്പോൾ പലതരത്തിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ജീനുകളും ആക്ടിവേറ്റഡ് ആയിട്ടുള്ള MADനോട് പലതരത്തിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ MAD ഹൈ ലെവലിൽ വരുമ്പോൾ എന്തുണ്ടാവും, സ്പാൾട്ട്, അതുപോലെ തന്നെ ഒപ്റ്റോമോട്ടർ ബ്ലൈൻഡ് SAL, OMB എന്ന് പറയുന്ന ജീനുകൾ ആക്ടിവേറ്റഡ് ആവും. ഇനി നമ്മുടെ MAD ലോ ലെവലിലാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അതായത് MAD ലോ ലെവലിലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ GBP പ്രൈമറി സിഗ്നൽ കൊടുക്കുന്ന ആ ഒരു ടൈമിൽ നോക്കുകയാണെങ്കിൽ ഒപ്റ്റോമോട്ടർ ബ്ലൈൻഡ് മാത്രമായിരിക്കും ആക്ടിവേറ്റ് ആവാം. അപ്പോൾ ഈ MAD ആക്ടിവിറ്റി ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഫോസ്ഫോറിലേഷൻ അതിന് താഴത്തേക്ക് പോകുമ്പോൾ നോക്കുകയാണെങ്കിൽ ബ്രിങ്കർ എന്ന് പറയുന്ന ജീൻ അവിടെ പിന്നീട് ഇൻഹിബിറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ ബ്രിങ്ങർ എന്ത് ചെയ്യും, സിഗ്നലിംഗ് ഡൊമൈനിന് പുറത്തേക്കും അത് എക്സ്പ്രസ് ചെയ്യപ്പെടും. അപ്പോൾ വിങ്ങിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സെൽ ഫേറ്റുകൾ എന്ന് പറയുന്നത് ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിൻ്റെ ഓരോ പ്രവൃത്തിയോടും അതിനെ റെസ്പോണ്ട് ചെയ്യുന്ന തരത്തിലാണ്. അതിനൊരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. വിങ്ങിൻ്റെ 5th ലോഞ്ചിറ്റ്യൂഡിനൽ വെയിൻ ഫോം ചെയ്യുന്നത് ഈ OPPയുടെയും BRKയുടെയും ഒക്കെ ഒരു ബോർഡർ എത്തുമ്പോഴാണ്.
വിങ്ങിൻ്റെ ഡോർസൽ വെൻട്രൽ ആക്സിസ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാർ സ്റ്റേജിലാണ് അത് ഫോം ചെയ്യുന്നത്. എപ്പോറ്ററസ് എന്ന് പറയുന്ന ജീനിൻ്റെ എക്സ്പ്രഷൻ അതുവഴിയായിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. അതായത് വിങ് ഡിസ്കിൻ്റെ ആ ഒരു ഭാവിയിൽ എവിടെയാണോ ആവാൻ പോകുന്നത് ആ പ്രോസ്പെക്റ്റീവ് ഡോർസൽ സെല്ലുകളിൽ ഈ എപ്റ്ററസ് എന്ന് പറയുന്ന ജീൻ അത് എക്സ്പ്രസ് ചെയ്യപ്പെടും. അപ്പോൾ നോക്കുകയാണെങ്കിൽ വിങ്ങിൻ്റെ അപ്പർ ലെയർ നോക്കുകയാണെങ്കിൽ ലോവർ ലെയർ ഓഫ് വിങ് ബ്ലേഡിൽ നിന്ന് ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ട് അത് മാറ്റാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു വേസ്റ്റേജൽ ജീൻ, അപ്പോൾ അത് എന്തുണ്ടാവും, അത് വിങ് ഡിസ്കിൻ്റെ വെൻട്രൽ പോർഷനിൽ അത് ഓണായിട്ടായിരിക്കും ഇരിക്കേണ്ടായിരിക്കും. വിങ്ങിൻ്റെ ഡോർസൽ പോർഷനിൽ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഡോർസൽ വെൻട്രൽ സെല്ലുകളുടെ ഇൻ്റർമിക്സിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഡോർസൽ വെൻട്രൽ കമ്പാർട്ട്മെൻറ്റുകളുടെ ബൗണ്ടറിയിൽ എന്തുണ്ടാവും, ഈ എപ്റ്ററസ് എന്ന് പറയുന്നതും വെസ്റ്റീജിൽ എന്ന് പറയുന്ന ആ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഇൻട്രാക്ട് ചെയ്തിട്ട് ജീൻ എൻകോഡ് ചെയ്തിട്ട് നമ്മുടെ വിങ്ലെസ് പാരാക്രൈൻ ഫാക്ടർ അതിനെ എൻകോഡ് ചെയ്യുന്ന ജീനിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ 1996 ന്യൂമാനും കോഹനും അവർ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് കാണിച്ചൊരു കാര്യമായിരുന്നു എന്ത്, വിങ്ലെസ് പ്രോട്ടീൻ ഈ സെൽ പ്രോലിഫറേഷനെ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരെണ്ണമാണ്. അത് വിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിങ്ങിൻ്റെ പ്രോക്സിമൽ ഡിസ്റ്റൽ ആക്സിസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും വിങ്ലെസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഹൈ ലെവലിൽ വിങ്ലെസ് വരുമ്പോൾ അത് ഡിസ്റ്റൽലെസ് ജീനിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ഡിസ്റ്റൽലെസ് ജീൻ എന്ന് പറയുന്ന ആൾ എന്താ ചെയ്യുന്നത്, വിങ്ങിൻ്റെ ഡിസ്റ്റൽ റീജിയൻസിനെ സ്പെസിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഡിസ്കിൻ്റെ സെൻട്രൽ റീജിയൺ എന്ത് ചെയ്യും, വിങ് ബ്ലേഡിൻ്റെ ഡിസ്റ്റൽ മാർജിനിലേക്ക് അതിങ്ങനെ പുറത്തേക്കായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇൻസെക്റ്റ് മെറ്റമോർഫോസിസിൽ വരുന്നത്. അപ്പോൾ ഇൻസെക്റ്റ് മെറ്റമോർഫോസിസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ലാർവൽ ടിഷ്യൂസൊക്കെ ഡിസ്ട്രക്റ്റ് ചെയ്ത് പോയിട്ട് പുതിയൊരു പോപ്പുലേഷൻ ഓഫ് സെൽസ് വന്ന് അതിനെ റീപ്ലേസ് ചെയ്യുന്ന കാര്യമാണ് എന്ത്, ഇൻസെക്റ്റ് മെറ്റമോർഫോസിസ്. അങ്ങനെ ലാർവ അഡൽട്ടായിട്ട് മാറുന്നു. അപ്പോൾ അതിൽ പല ടൈപ്പ് വരുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് എമെറ്റബോളസ് വരുന്നുണ്ട്, ഹെമി മെറ്റബോളസ് വരുന്നുണ്ട്, ഹോളോ മെറ്റബോളസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇമാജിനൽ ഡിസ്കുകളുടെ കാര്യം പറഞ്ഞു. പിന്നെ ഇൻസെക്റ്റ് മെറ്റമോർഫോസിസിലത്തെ പല നടക്കുന്ന ഘട്ടങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു. സ്പെസിഫിക്കേഷനെ പറ്റി, പ്രോലിഫറേഷനെ പറ്റി, ഇവേർഷനെ പറ്റി, ഡിഫറൻസിയേഷനെ പറ്റിയിട്ട് പറഞ്ഞു. പിന്നെ വിങ് ഇമാജിനൽ ഡിസ്കുകളുടെ ഡിറ്റർമിനേഷനെ പറ്റി പറഞ്ഞു. ആൻറ്റീരിയർ പോസ്റ്റീരിയർ കമ്പാർട്ട്മെൻറ്റുകൾ വരുന്ന കാര്യം, ഡോർസൽ വെൻട്രൽ അതുപോലെ പ്രോക്സിമൽ ഡിസ്റ്റൽ ആക്സിസ് വരുന്നതിനെ പറ്റിയിട്ടും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ത് ഇൻസെക്റ്റ് മെറ്റമോർഫോസിസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, ഹോർമോണൽ കൺട്രോളിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ അതുവരെ താങ്ക് യു.